أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر لها وارحمها مرحوما أمنا زبيدة نور الله مرقده. اللهم اغفر لها وارحمها مرحوما زبيدة نور الله مرقدها. واعف عنها وعافها وأكرم نزلها ووسع مدخلها واغسلها بالماء والثلج والبرد ونقيها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وأعذها من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ്റെ അടുക്കൽ വലിയ സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വന്യമാതാവ് മർഹൂമ സുബൈദ ഉമ്മയുടെ 40ാമത്തെ ദിനത്തിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്, ഉമ്മയ്ക്ക് വേണ്ടി ഇന്നലെ പരിശുദ്ധ ഹറമിൽ റൗള ഷരീഫിൽ ഇഅ്തികാഫിരുന്ന് ഒരുപാട് ഖുർആൻ ഓതി ഒരുപാട് നേരം ദുആ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പകർപ്പുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കരങ്ങളിലെത്തും. അള്ളാഹു ആ സന്തോഷം കാണാനെങ്കിലും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ, എനിക്കും ഉമ്മ എന്ന് പറയാൻ അർഹതയുണ്ട്. കാരണം ആ ഉമ്മയെ കാണാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ആ ഉമ്മയോട് ചെയ്ത വസിയത്തും അൽഹംദുലില്ലാഹ് അത് ഇന്നലകളിലായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അവിടുത്തെ വിയോഗം അറിഞ്ഞതു മുതൽ പല തവണകളിലായി പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് ഖത്മുൽ ഖുർആനായും മറ്റു പല ഖുർആൻ സൂക്തങ്ങളായും
അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ മദീനയിൽ സമർപ്പിച്ചുമൊക്കെ ആ ഉമ്മയെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ കഴിയുമോ ഒരു മകൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ ബന്ധങ്ങളെല്ലാം നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള പരസ്പര ബന്ധങ്ങളാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ അടിമകളാണ് ഞങ്ങൾക്ക് ആരെയും അറിയില്ല. ഞങ്ങൾക്ക് വിരലിടാവുന്ന കുറഞ്ഞ ആളുകളെ മാത്രമേ അറിയൂ. പക്ഷേ നിനക്കെല്ലാവരെയും അറിയാം. ഈ ദുനിയാവിലുള്ളയും നീ എന്തെല്ലാം സൃഷ്ടിച്ചോ ആ സൃഷ്ടിപ്പുകളുടെ ഓരോ ചലനങ്ങളും നീ അറിയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ മജ്‌ലിസ് നടത്തുന്നത് ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്താണ്. അൽഹംദുലില്ലാ, ഏറ്റവും വലിയൊരാഗ്രഹമാണ് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഒരു ചടങ്ങ് എന്നത് പോലെ ആവാതെ മനസ്സ് മുഴുവനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദറത്തിലായിട്ട് തന്നെ മജ്‌ലിസാക്കണമെന്നുള്ള വലിയ ആഗ്രഹം പരിപൂർണമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കി തന്നതിൽ ഞാൻ വലിയധികം സന്തോഷിക്കുന്നു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ ഉമ്മ നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 40 ദിവസം തികയുകയാണ്. ആ ഉമ്മയ്ക്ക് നൽകാൻ പറ്റുന്ന എല്ലാ സമ്മാനങ്ങളും നമ്മൾ നൽകണം. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് മരണാനന്തര ക്രിയ, അത് വളരെ മഹത്വമുള്ള കാര്യമാണ്. ആ ഉമ്മയ്ക്ക് നമ്മളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്നതിലുപരി അള്ളാഹുവിന് അതിലേറെ സന്തോഷമുണ്ടാകും. എൻ്റെ ഒരു അടിമയുടെ നന്മയ്ക്ക് വേണ്ടി, ഖബറിലെ സംരക്ഷണത്തിന് വേണ്ടി, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ വേണ്ടി എൻ്റെ മറ്റുള്ള അടിമകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിലാണ് അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുന്നത്. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, സൂറത്തുൽ മുൽക്ക് ഓതുക, ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, ഖത്മുൽ ഖുർആൻ സമർപ്പിക്കുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട്. എൻ്റെ സാഹചര്യവും എൻ്റെ ചുറ്റുപാടുമൊക്കെ വളരെ പ്രതിസന്ധിയിലായതുകൊണ്ട് വേണ്ടതുപോലെ എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വിനയത്തോടുകൂടി ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം അൽഹംദുലില്ലാ, അള്ളാഹു ഇപ്പോൾ എനിക്ക് ചെറിയൊരു അവസരങ്ങളൊക്കെ ഒരുക്കി തന്നതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നിങ്ങളോടൊപ്പം വന്ന് ചേരാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നു, ഇൻഷാ അള്ളാഹ് ഇനിയും നമുക്ക് ആ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ 2ാം ഘട്ടമുണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും, ഞാൻ നിർബന്ധിപ്പിക്കുകയല്ല, അവിടുത്തെ മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും ആരാണെങ്കിലും ആ ഉമ്മയോടുള്ള കടപ്പാട് നിർവഹിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പാണ്. കാരണം ഒരു സാധാരണ സ്ത്രീയുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റിയ ഒരു ഉമ്മയല്ല. ആ ഉമ്മ ഈ ദുനിയാവിൽ എന്തെല്ലാം വേദനകളും യാതനകളും സഹിച്ചോ അതെല്ലാം അള്ളാഹു നൽകിയ മൂല്യമുള്ള വളരെ മഹത്തരമായ ദിക്റുകളാണ്, ഖുർആനുകളാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി ആരെല്ലാം സേവനങ്ങൾ ചെയ്തോ ഖിദ്മത്ത് ചെയ്തോ അവർക്കെല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എനിക്കങ്ങനെയെല്ലാം എത്തിപ്പെടാനും അതുപോലെ തന്നെ കാണാനും അതുപോലെ ആ ഉമ്മയെ സന്തോഷിപ്പിക്കാനും ഇപ്പോഴെനിക്ക് അവസരം ലഭിക്കാനൊക്കെ കാരണമായി അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന് കാരണമായവർക്കെല്ലാം ഖൈറും ബറക്കത്തും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 40 ഇൻഷാ അള്ളാഹ് നാളെ 41. തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് 100 ദിവസം തികയുമ്പോൾ ഇൻഷാ അള്ളാഹ് നല്ലൊരു സദഖ, നല്ലൊരു ഹദിയ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം. ഇൻഷാ അള്ളാഹ് കഴിവിൻ്റെ പരമാവധി ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലുന്ന ദിക്ർ അത് 100 ആണെങ്കിലും അത് കുറിച്ച് വെച്ച് 100 ദിവസം കൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് നല്ലൊരു ഹദിയ ഉമ്മയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് അതിന് പുറമെ നിങ്ങൾക്ക് ഒരു ദിവസം 10 ഫാത്തിഹ ഓതാൻ പറ്റുമോ? 10 ഫാത്തിഹ ഓതിക്കോളൂ. ഇനി 10 ഇഖ്ലാസ് ഓതാൻ പറ്റുമോ? 10 ഇഖ്ലാസ് ഓതിക്കോളൂ. അതിന് പുറമെ
നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണം. ഒരു 100 ഇസ്തിഗ്ഫാർ, 100 ദിക്ർ ചെല്ലാൻ ആർക്കും കഴിയും. ആർക്കാണ് അതിന് തടസ്സമുള്ളത്? ആർക്കു വേണ്ടിയാണ്? നമ്മെ സ്നേഹിച്ച, നമുക്ക് സന്തോഷങ്ങൾ നൽകിയ, നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത, നമുക്ക് വേണ്ടി ഒരുപാട് നടന്ന, നമുക്ക് വേണ്ടി ഒരുപാട് ഹോസ്പിറ്റലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ കാത്തു നിന്ന ആ ഉമ്മയെ നമുക്കൊരുപാട് അനുഭവമുണ്ടാവും. നമുക്ക് തന്ന സ്നേഹങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മൾക്ക് വേണ്ടി സഹിച്ച കഠിനാധ്വാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഉമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മളെ കയ്യിലൊന്നുമില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് ആ ഉമ്മയ്ക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ഖുർആനാണ്. ആ ഉമ്മയ്ക്ക് ഇപ്പം ആവശ്യമുള്ളത് ദിക്റാണ്. ആ ഉമ്മയ്ക്ക് ഇപ്പം ആവശ്യമുള്ളത് ആ ഉമ്മയുടെ ഖബറിൽ എത്താൻ കാരണമാകുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ എന്നുള്ളൊരു ചിന്ത, എൻ്റെ വല്യുമ്മ എന്ന ചിന്ത, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ചിന്ത നമുക്ക് എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആ ഉമ്മയ്ക്ക് വേണ്ടി ഇന്നു മുതൽ, എൻ്റെ ഈ അറിവ് ലഭിച്ചത് മുതൽ നിങ്ങളൊരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ മൊബൈലൊരു നോട്ട്, അതിലെന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ മുൽക്ക്, ദിക്ർ, ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, ഇത്രയും ഒരു കണക്ക്, ഇത്രയും പേരുകൾ എഴുതിയതിന് ശേഷം ഓരോ ദിവസവും എന്ത് ചെയ്യുക, 40, 41, 42, 43, 44 ഇങ്ങനെ കണക്ക് ഇങ്ങനെ ഡേറ്റ് ഇട്ട് പോയിട്ട് നമ്മൾ ആ ഡേറ്റിന് നേരെ നമ്മൾ എത്ര ഫാത്തിഹയാണോ ഓതുന്നത് ആ ഫാത്തിഹേൻ്റെ കണക്ക് എഴുതി വെക്കുക. എത്ര ദിക്റാണ് ചൊല്ലുന്നത് അങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ വിട്ടുപോയാൽ അത് നമുക്ക് വേണമെങ്കിൽ വീണ്ടെടുക്കാൻ പറ്റും. ഒരു ഉറച്ച തീരുമാനം. ഇത് ഉമ്മയൊന്ന് സന്തോഷിപ്പിക്കാനുള്ള ഒരു നസീഹത്ത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ 40ആയി, 1-ാമത്തെ ആണ്ടായി, നമ്മൾ എന്തെങ്കിലും അങ്ങ് നടത്തിയാൽ പോരാ. നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനിറങ്ങുക തന്നെ ചെയ്യണം. എന്നാൽ ആ ഉമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. നമ്മളിനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഉമ്മയ്ക്ക് ആവശ്യമുള്ളത് ഉമ്മ നേടിയിട്ടുണ്ട്. അത് ഉമ്മ ഏറ്റവും വലിയത് ക്ഷമയാണ്. ആ ക്ഷമ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു ശുഹദാക്കളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ പറയുമ്പോൾ ഇതിനേക്കാളും മനോഹരമായി ആ ഉമ്മയുടെ മക്കൾ ആരൊക്കെയുണ്ടോ, ചെറുമക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ, ആരൊക്കെയുണ്ട്, അവരൊക്കെ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രാസ്ഥാനിക കുടുംബം തന്നെ കണക്കുകൾക്കതീതമായി ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ ഒരുപാട് ആ ഉമ്മയുടെ ഖബറിൽ കുന്നുപോലെ നിറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അതാണ് പ്രാസ്ഥാനിക പ്രകാശത്തിൻ്റെ ശക്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അഹ്ലുകാർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. ആരൊക്കെയാണോ ആ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്തത്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഉമ്മയെക്കുറിച്ച് അറിയുക പോലും ചെയ്യാത്ത എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ഉമ്മമാർ, ഉപ്പമാർ, പിഞ്ചു മക്കളടക്കം ഒരു ദിക്റെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ യാ റസൂലല്ലാഹ് അവർക്കെല്ലാം ഖൈറും ബറക്കത്തും നൽകണം. യാ സയ്യിദി യാ റസൂലല്ലാഹ് ഉൻദുർ ഹാലനാ യാ റസൂലല്ലാഹ്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണം. യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീൻ ഓതണം, ദിക്ർ ചൊല്ലണം, ഇഖ്ലാസ് ഓതണം നമുക്ക് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവല് ആ ഉമ്മയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുഹദാക്കളോടൊപ്പം അല്ലാഹു വലിയ പദവിയിൽ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ദുനിയാവാണ്, ഇത് താൽക്കാലികമാണ്. ഇവിടെ എത്ര പ്രതിസന്ധി സഹിച്ചാലും അതെല്ലാം ഇബാദത്താണ്, അതെല്ലാം ദിക്റുകളാണ്. ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അത് മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യനോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും അത് പരീക്ഷണമാണെങ്കിലും രോഗമാണെങ്കിലും ഇതൊക്കെ തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. എല്ലായിടത്തും നമ്മൾ പരാജയപ്പെടുന്നില്ലേ? നമ്മുടെ ദേഷ്യവും അല്ലെങ്കിൽ നമ്മുടെ ക്ഷമക്കുറവും അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ചില പ്രതിസന്ധികൾ കാരണം ഈ പറയുന്ന ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും പരാജയപ്പെടുന്നു. എന്നാൽ ആ ഉമ്മയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എത്ര രോഗം വന്നിട്ടുണ്ട്. ആ രോഗത്തിൻ്റെ പേരിൽ അവരാ രോഗത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ആ രോഗത്തെ അവർ ഇബാദത്തായി അള്ളാഹു തന്ന അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ദുനിയാവ്.
പരീക്ഷ ഹാൾ മാത്രമാണ്, ഒരിക്കലും ഇത് സ്വർഗമല്ല. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. മാത്രവുമല്ല ടെസ്റ്റും എല്ലാം ഇവിടുന്ന് കഴിഞ്ഞാലേ നമുക്ക് സന്തോഷത്തോടുകൂടിയുള്ളൊരു ജീവിതം വരുള്ളൂ. ഏത് കോണിലും നമുക്ക് പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്താം, ഏത് രൂപത്തിലും എത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലകളിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഭൗതികമായിക്കോട്ടെ, ആത്മീയമായിക്കോട്ടെ. അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ, സ്വബർ നൽകട്ടെ. ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു സ്നേഹമല്ല, അത് മുത്തുനബി തങ്ങളുടെ ഇത്തിബായിലൂടെയുള്ള സ്നേഹം അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കട്ടെ, ഖൽബിനെ വിശാലമാക്കട്ടെ, കാരുണ്യമായ ഖൽബാക്കട്ടെ. ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള അഹ്ബാബിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുകയും പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടിയും കേൾക്കുന്നവർ, അല്ലാഹുവേ, അവരുടെ നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് സലാമത്ത് നൽകി. ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന കാരണം അതൊരു മെഡിസിനായി ഖൽബിന് വലിയ റാഹത്ത് നൽകണം. യാ റസൂലല്ലാഹ് ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹ്. അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലി, ഞാൻ എൻ്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്തിനെ ഞങ്ങൾ ഫർളാക്കുകയും ഞാൻ എൻ്റെ സ്വലാത്ത് ഇത്രയും ചൊല്ലിയിട്ടുണ്ടെന്ന് ബോധപൂർവ്വം എഴുതി വെച്ച് ഏതെങ്കിലും ദിവസം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ലോകം മുഴുവൻ പടയ്ക്കാൻ കാരണം ഹബീബായ മുത്തുനബി തങ്ങളാണെങ്കിൽ ആ ലോകത്തിൽ ഒരു നിമിഷം നമുക്കിവിടെ കാലുകുത്താൻ എന്തവകാശമാണുള്ളത്? അപ്പോൾ ആ കാരുണ്യവും ആ കടപ്പാടും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്നേഹവും നമ്മൾ എന്ത് ചെയ്യണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാട് അത് സ്വലാത്തിലൂടെയെങ്കിലും നമ്മൾ കാണിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏതെങ്കിലും ദിവസം സ്വലാത്ത് ചൊല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടിയിട്ടെങ്കിലും ഓരോ മാസത്തിൻ്റെ അവസാനം വരുമ്പോഴും എൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പൂർത്തിയാക്കി അങ്ങനെ മുന്നോട്ട് പോകുന്ന അഹ്ബാബിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന അറിഞ്ഞുകൊണ്ട് തന്നെ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു കാരുണ്യവാനാണ്. അറിയാതെ വന്നു പോയ പിഴവുകളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് വന്നു പോയ എല്ലാ ഗീബത്ത്, നമീമത്ത്, ഫസാദ്, പരദൂഷണം നമ്മുടെ നാവ് കൊണ്ട്, ഖൽബ് കൊണ്ട്, ചിന്തകൾ കൊണ്ട് വന്നു പോയ എല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ധീരമായി ദഅവത്ത് ചെയ്യാനും പോരാടാനും മരണം വരെ അള്ളാഹു നമുക്ക് ആരോഗ്യവും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ പുത്തൻവാദികളിൽ നിന്നും പുത്തൻ പ്രസ്ഥാനത്തിൽ നിന്നും അള്ളാഹുവേ ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം നെടുംതൂണായി ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്ന മഹാനായ ഷെയ്ഖുർ റബ്ബാനി മദനിയുസാനി താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ ബറക്കത്ത് ഞങ്ങളുടെ വീടിനും ഞങ്ങളുടെ കുടുംബത്തിനും നീ നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ നൂറുൽ ഉലമ, അതുപോലെ തന്നെ കൻസുൽ ഉലമ, ലിയാ ഉൽ മുസ്തഫ, അങ്ങനെ ഒരുപാട് ഇൽമിൻ്റെ അഹ്ലുകാർ അല്ലാഹു അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും ആ ഖബറുകളിൽ ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാനെ, നീ ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാനെ. സുൽത്താനുൽ ഉലമ അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുബൈദ ഉമ്മ, അല്ലാഹുവേ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. യാ റസൂലല്ലാഹ്, ആ ഉമ്മയുടെ ഖബറിൽ സദാസമയവും അവിടുത്തെ നൂറിനഅല നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണം റഹ്മാനെ. യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ, യാ ഹബീബല്ലാഹി ഉൻദുർ ഹാലനാ. അതുപോലെ തന്നെ ഒരുപാട് ഖത്മുൽ ഖുർആനുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ യാസീൻ ലക്ഷക്കണക്കിന്, സൂറത്തുൽ ഫാത്തിഹയുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കുണ്ട്, ലക്ഷത്തിൽ പരം. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ട്, കോടിക്കണക്കിന് ദിക്റുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ആ ഉമ്മയുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, ആ ഉമ്മയുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായിട്ട് 100 ദിവസം തികയുമ്പോൾ നമുക്കതെല്ലാം ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ച് തന്നെ സമർപ്പിക്കണം. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നതും കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഇൻഷാ അല്ലാഹ് സമർപ്പിച്ച് ദുആ ചെയ്യണം. ഒരു സന്തോഷമെന്ന ഞാൻ നിലക്ക് പറയുകയാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മ എന്നുള്ള നിലക്ക് ഞാൻ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വിശ്രമിക്കുന്ന ആ റൗള ഷരീഫിൽ ഉമ്മയുടെ പേരിൽ ഒരു ഖുർആൻ അവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവരാര് മരണപ്പെട്ടാലും അവരുടെ മേലെ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ മദീന മുനവ്വറയിൽ ഖുർആന് സമർപ്പിക്കാൻ, വഖഫ് ചെയ്യാൻ അൽഹംദുലില്ലാ ഈ വിനീതൻ കുറച്ച് നാളുകളായി സേവനങ്ങൾ ചെയ്യുന്നു. അൽഹംദുലില്ലാ. ഞാൻ കാരണം മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ, ഖബറാളികൾക്ക് സന്തോഷിക്കാൻ. കാരണം മസ്ജിദുൽ ഹറമിൽ മക്കയിലും മദീനയിലും ഒരു ഖുർആൻ വെച്ച് കഴിഞ്ഞാൽ മറ്റു മസ്ജിദിനേക്കാളും പ്രതിഫലം കൂടിയതാണ് ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹറമുകളിൽ, 2 ഹറമുകളിൽ. എനിക്ക് മദീനയിൽ മാത്രം സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ 1-ാമത്തെ ആണ്ട് വന്നോട്ടെ, 5-ാമത്തെ ആണ്ട് വന്നോട്ടെ, വെച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ മാത്രമേ ഉള്ളൂ ആ മരണപ്പെട്ടു പോയവരുടെ പേരിൽ. അൽഹംദുലില്ലാ. നമുക്കതൊക്കെ പാഠമാണ്. ഏത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മന ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഒരുപാട് നന്മകൾ ഹബീബായ മുത്തുനബി തങ്ങൾ ചെയ്തില്ലേ? 70-ൽ പരം ഒട്ടകം, അതുപോലെ കണക്കുകളില്ലാത്ത ആടുകളെ അറുത്തു കൊടുത്തു, കിണറുകൾ കുഴിച്ചു കൊടുത്തു. എത്രയോ കിണറുകൾ ഇന്ന് അഡ്രസ്സില്ലാതായിപ്പോയി. എന്നാലും ഏറെക്കുറെയൊക്കെ കിണറുകളൊക്കെ അറിയപ്പെട്ടതുണ്ട് ഖദീജ അമ്മേൻ്റെ പേരിലൊക്കെ കുഴിച്ചതുമൊക്കെ. ഇതുപോലെ നമുക്കും ഒരുപാട് നന്മകൾ ചെയ്യാം. ചെയ്തിട്ടില്ല എന്നല്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാം മുത്തുനബി തങ്ങളിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകിയിടത്തോളം കാലം യതീമീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഒക്കെ നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് സ്ഥാപനങ്ങൾക്കൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം വലിയ ബറക്കത്താണ്. അതോടൊപ്പം നമ്മൾ ഖുർആൻ മസ്ജിദുകളിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരിൽ വെച്ചാൽ അതുള്ളിടത്തോളം കാലം വലിയ പ്രതിഫലമാണ്. അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ വളരെ മുന്നിലാണ്. ഞാൻ അതിനൊക്കെ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ കൂട്ടത്തോടു കൂടി എല്ലാവരും കൂടി ഒരു ഖുർആൻ ചെയ്യണോ, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരാൾക്കൊരു ഖുർആൻ വെക്കണോ, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല. നമ്മുടെ മക്കളെ ജന്മദിനം വന്നാൽ, അതുപോലുള്ള നല്ല കാര്യങ്ങൾ വന്നാലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അള്ളാഹു നന്മകൾ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ലഭിക്കാൻ, നമ്മുടെ യാത്രയിലും വാഹനങ്ങളിലൊക്കെ ബറക്കത്ത് ലഭിക്കാൻ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. അസ്സദഖത്തു റദ്ദുൽ ബലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. ഈ വിനീതൻ ചെയ്ത, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഉമ്മയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറിലേക്ക് നിൻ്റെ സന്തോഷം എത്തിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ആ പൊന്നുമ്മയുടെ മക്കൾക്ക് നീ സമാധാനം നീ നൽകണം റഹ്മാനെ. ക്ഷമ നീ നൽകണം റഹ്മാനെ. സമാധാനം നൽകണം റഹ്മാനെ. പടച്ചോനെ, പ്രത്യേകിച്ച് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രിയ കരളിൻ്റെ കഷ്ണമായ മകൻ ഇല്യാസ്ക, അള്ളാഹുവെ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ ഹറമിൽ നിന്നുള്ള എല്ലാ നന്മകളും ആ ഉമ്മയുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എത്ര ഖുർആനുകളായിരിക്കും ആ ഹറമിൽ നിന്ന് ഓതിയിട്ടുണ്ടാവുക ഉമ്മയ്ക്ക് വേണ്ടി. എല്ലാം നീ സ്വീകരിക്കണേ. അതേപോലെ മദീനയിൽ നിന്നും മറ്റൊരു മകൻ എന്നുള്ള നിലയ്ക്ക് അല്ലാഹുവേ, ഞങ്ങളും ചെയ്ത നന്മകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഖബൂൽ ചെയ്യണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لكم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وأن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أحد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له
إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين. أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يصرون وما يعلنون. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله العظيم. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم الذي أنعم علينا بالإيمان وهدانا إلى ملة الحنيفية وأنهلنا من حمي قوله تعالى ولقد كرمنا بني آدم كأسات السنية وعلنا من أقداح خصوص قوله تعالى كنتم خير أمة أخرجت للناس سائغة هنية وشرفنا بحبيبه وصفيه ونجيه المصطفى محمد صلى الله عليه وسلم من الجبلة البشرية سيدنا ومولانا محمد صلى الله عليه وسلم المبعوث بالدين الحق المؤيد بآيات الباهرات العلية فسبحان من شيد أركان دينه بنبي صلى الله عليه وسلم وأصحابه رضي الله تعالى عنهم الذين وصفهم بقوله تعالى محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآثره فاستغلظ فاستوى على سوقه يعجب الزراء ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما وفضل من أصحابه المجاهدين وذلك قوله تعالى وفضل الله المجاهدين على القاعدين أجرا عظيما درجات منه ومغفرة ورحمة وكان الله غفورا رحيما وفضل منهم الشهداء البدريين رضي الله تعالى عنهم الذين بذلوا لله سبحانه وتعالى ولرسول نبينا محمد صلى الله عليه وسلم نفوسهم الزكية وشرفهم وجعل في قراءة أسمائهم وتوسل بهم فوائد جلية رضي الله تعالى عنهم ونفعنا بهم في الدارين ببركاتهم العالية وصلى الله تعالى سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا رضي الله عن أهل البدر رضي الله رضي الله رضي الله عن شهدائي رجل البدر رضي الله صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية على الحمد للرحمن بار البرية على ما هدانا ملة خير ملتي وكرمنا فضلا علينا بأحمد نبي عظيم الشان محي رزيتي
رسول دعا الكفار للحق فالأولى قافوا اهتدوا والفوز نالوا بجملتي ومن منعوا منه فأردوا وأغلقوا بأنواع تذيب وأصناف نقمتي وأيده بالمعجزات وبالأولى هم الشيادوا دين الإله بنصرتي أشداء على الكفار رحماء بينهم فضائلهم تعلو على كل رتبة وفضلا منهم مهلا حرب وصفة فهم بين أنصار وصحاب هجرتي وشرف منكم أهل بدر إلهنا بأنواع آلاء وعلى مزيتي وفي مديهم جاء الكتاب والسنة كفاهم علا نصر كتابي وسنتي عليهم رضاء والهنا وعطية وأوفى هديات وأزكى التحيات وصلى على الهادي وآل وصحبه صلاة مع التسليم رب البرية صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وابي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلوا وسلموا على النبي اللهم صل وسلم وزد وبارك عليه الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يا الله മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് മലിക്കുൽ മുലൂക്കായ അള്ളാഹ് ഞങ്ങൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്ന് ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്തു നിന്നാണ് ഞങ്ങൾ ഇരുകരങ്ങളും നീട്ടി അല്ലാഹുവേ ഞങ്ങൾ ദുആ ചെയ്യുന്നത് സാധുക്കളാണ് പാപികളാണ് പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന മണ്ണ് വളരെ മഹത്വമുള്ള മണ്ണാണ് അല്ലാഹുവേ ഈ മഹത്വമുള്ള മണ്ണിൻ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ ദ്വാരക്കുന്നു അല്ലാഹ്
ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മന സുബൈദ നവ്വറല്ലാഹു മർഖദ, ആ ഉമ്മയുടെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായ എല്ലാ നല്ല നല്ല സൽക്കർമ്മങ്ങളെല്ലാം ആ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. ആ ഉമ്മയുടെ ദറജ നീ ഏറ്റണേ അല്ലാ. ഉമ്മയുടെ അഹ്ലുകാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആ ഉമ്മയ്ക്ക് വേണ്ടി അവിടുത്തെ മക്കൾ, ചെറുമക്കൾ, മരുമക്കൾ, പേരമക്കൾ എല്ലാവരും ചെയ്ത ഒരു ചെറിയ നുള്ളു നന്മയുണ്ടോ അതെല്ലാം ഈ മജ്‌ലിസിൽ ഞങ്ങൾ സമർപ്പിച്ച് മുത്തുനബി തങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യാ സയ്യിദി യാ റസൂലല്ലാഹ്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട നോട്ടം കൊണ്ട് ആ ഖബറുടം പ്രകാശമാക്കണേ അല്ലാ. അവിടുത്തെ ജനാസ ഹബീബായ മുത്തുനബി തങ്ങളുമായി ബന്ധപ്പെട്ടതാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ ഉമ്മ ചെയ്ത നന്മകൾ എടുത്തു കാണിക്കണേ അല്ലാ. ആ നന്മ കൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ അഹ്ബാബീങ്ങളും അവിടുത്തെ മുഹബ്ബീങ്ങളും അവിടുത്തെ മരുമക്കൾ, അവിടുത്തെ മരുമക്കളുടെ അഹ്ലുകാർ, അല്ലാഹുവേ പ്രാസ്ഥാനിക കുടുംബങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും യാ സയ്യിദി യാ റസൂലല്ലാഹ് അവിടുത്തെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. യാ സയ്യിദി യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കണേ യാ ഹബീബല്ലാഹ്, ഏറ്റെടുക്കണേ യാ റസൂലല്ലാഹ്, ഏറ്റെടുക്കണേ യാ ഹബീബല്ലാഹ്. ഉൻദുർ ഹാലനാ യാ റസൂലല്ലാഹ്, ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹ്, ഉൻദുർ ഹാലനാ യാ സയ്യിദി യാ ഖൈറ ഖൽഖില്ലാഹ്. ഞങ്ങൾ അഹ്ബാബീങ്ങൾ ഓതിയ ഖത്മുൽ ഖുർആനും യാസീനും മുൽക്കും ദിക്റും ഇസ്തിഗ്ഫാർ, അതിനേക്കാൾ ഉപരി 1,70,00,000 തഹ്ലീലും അതുപോലെ 2000-നടുത്ത് വരുന്ന ഖത്മുൽ ഖുർആനും എല്ലാം ഓതി വെച്ചത് തന്നെയാണ് റമദാനുകളിൽ. അല്ലാഹുവേ എല്ലാം ആ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ മക്കൾ ഓതിയ ഖുർആനുകളും ദിക്റുകളും എല്ലാം ഇനി ഓതാനുള്ളതെല്ലാം അതാത് സമയത്ത് ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരു റൗളയിൽ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, ആ ഉമ്മയ്ക്ക് വേണ്ടി മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ദുആ അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ, അവിടുത്തെ മജ്‌ലിസ് നടക്കാൻ പോകുന്നു യാ റസൂലല്ലാഹ്, അവിടുത്തെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കണം യാ സയ്യിദി യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരുടെ എല്ലാം ഖബറിടത്തിലേക്ക് നിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ കൂട്ടായ്മയുടെ അഹ്ലുകാർ അല്ലാഹു എല്ലാവർക്കും നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഒരുപാട് ഉമ്മമാർ, സഹോദരിമാരുണ്ട്. ഈ കുടുംബത്തിൽ നിന്നും നീ സ്വീകരിക്കണം റഹ്മാനെ, ഖബൂലാക്കണേ അല്ലാ. കുടുംബത്തിലെല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നീ നൽകണേ അല്ലാ, സന്തോഷം നീ നൽകണേ അല്ലാ. ആ ഉമ്മയുടെ തിരുനോട്ടം, പുഞ്ചിരിയുള്ള നോട്ടം നീ നൽകണേ അല്ലാ. ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ കുടുംബത്തിലെ എല്ലാ സിഹ്റുകളും ഷർറുകളും ഐനുകളും നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാവർക്കും സ്നേഹം നൽകണേ അല്ലാ, എല്ലാവരിലെയും നീ ഐക്യം നൽകണേ അല്ലാ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഊട്ടി ഉറച്ചു നിൽക്കുന്ന അഹ്ലുകാരാക്കണേ അല്ലാ, അഹ്ലുകാരാക്കണേ അല്ലാ. അല്ലാഹുവോടുത്തെ ആലിമീങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ, ഉഖ്റവിയായ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ചെറിയ മക്കൾ വളരുന്നുണ്ട്, ആലിമീങ്ങളാക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാരുണ്ട്, ബറക്കത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, അവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ പണ്ഡിത സാദാത്യങ്ങൾ, ഔലിയാക്കൾ, അല്ലാഹുവേ അവരുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ച് ഖബറിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത അമലുകളൊന്നും കാണാത്ത സമയത്ത് ഞങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കാൻ ഒരുപാട് അഹ്ലുകാരെ നീ നൽകിക്കൊണ്ടിരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കളുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. ആരോഗ്യമുള്ളവരും ആഫിയത്തുള്ളവരുമാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്കെല്ലാം നീ ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാ.
പടച്ചവനെ നീ ഖൈറിൻ്റെ അഖിലുകാര കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ ഞങ്ങളുടെ പേരമക്കൾ, ചെറുമക്കൾ, വല്യമ്മമാർ, വല്യുപ്പമാർ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാ. എൻ്റെ ദുആ കേട്ടുകൊണ്ട് ആമീൻ പറയുന്നു യാ റസൂലല്ലാ. പടച്ചവനെ യാ റസൂലല്ലാ, ആമീൻ പറയുന്നവരുടെ നീറുന്ന വേദനിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം യാ സയ്യിദി യാ റസൂലല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وانظر حالنا يا رسول الله. مقبول مرضيയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് ഒരുപാട് സലാത്തുകൾ സലാമുകൾ ചൊല്ലാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ അഹ്ലുകാരിൽ പല പ്രവാസികളായ സഹോദരിമാർ ഒരു കുടുംബസമേതം ഇവിടെ താമസിക്കുന്നവരുണ്ട്. അവരുടെ ജോലിയിൽ, അവരുടെ വാഹനത്തിൽ, യാത്രകളിലെല്ലാം നീ ബറക്കത്ത് നീ നൽകണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നബിയും മുഖ്റവിയുമായ എല്ലാ എൽമുകളും നീ നൽകണം റഹ്മാനെ. എല്ലാവിധ ഷർറ്, ബലാ, മുസീബത്തിൽ നിന്നും ശൈത്വാനിയത്തിൻ്റെ എല്ലാ സുഖങ്ങളിൽ നിന്നും നീ കാവൽ നീ നൽകണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ദാഇയായി സ്വലാത്തിൻ്റെ അഹ്ലുകാരായി നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇൽമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്ക് ബറക്കത്തുള്ള ഇൽമ് നീ അവർക്ക് നീ സഹോദരിമാർക്കും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാരാക്കണേ അല്ലാ. ഭാര്യമാരെ തൃപ്തിപ്പെടുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാ. ഐക്യമുള്ള കുടുംബമാക്കണേ അല്ലാ. മക്കളുമായി യോജിച്ചു പോകാതെ എത്രയോ ആളുകൾ വിഷമിക്കുന്നു റഹ്മാനെ. അല്ലാഹു അവർക്ക് ഐക്യവും സമാധാനവും നൽകണേ അല്ലാ. പടച്ചവനെ, എത്രയോ കൊല്ലങ്ങളായി കുടുംബ പ്രശ്നങ്ങളുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളാണെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. അല്ലാഹുവേ, എത്രയോ ഫസ്ഖുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, തൊലാഖുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭാവി ജീവിതം എന്താണെന്ന് ഞങ്ങൾക്ക് വിധി കൂട്ടാൻ പോലും കഴിയില്ല റഹ്മാനെ. അത്തരമൊരു മുസീബത്ത് ഞങ്ങളെ മക്കളെ ആർക്കും നീ നൽകല്ലേ അല്ലാ. കുടുംബ ജീവിതമാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, പൊട്ടിത്തെറിക്കാനുള്ളതല്ല. അല്ലാഹുവേ, കുടുംബ ജീവിതമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം കൊണ്ടും പരിപൂർണമാകണമെന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു ജീവിതമാണ്. ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അല്ലാഹുവേ, ഞങ്ങൾ വലിയ അന്തസ്സോടുകൂടി ഞങ്ങൾ പല രൂപത്തിലും ഞങ്ങൾ പ്രവർത്തിച്ചേക്കാം. പക്ഷേ നിൻ്റെ ഖജന നിൻ്റെ കോർട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കെതിരാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങളവിടെ വഷളാകും. അതുകൊണ്ട് റഹ്മാനെ, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ല. അതിന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ഷമയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് സുബറാണ്. ഞങ്ങളെ ആരെ കളിയാക്കിയാലും ഞങ്ങളെ ആരെ കുറ്റപ്പെടുത്തിയാലും അല്ലാഹുവേ, നീയെല്ലാം കാണുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്നവൻ നീയല്ല, നിൻ്റെ അടിമകളാണ്. ഞങ്ങളാണോ തെറ്റു ചെയ്തത്, അവരാണോ തെറ്റു ചെയ്തത്, ആരാണ് നീതിമാൻ അനീതി, അത് റബ്ബേ നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കെപ്പോഴും ക്ഷമ നൽകണേ അല്ലാ. ആരെയും വേദനിപ്പിക്കാത്ത ജീവിതം നീ നൽകണേ അല്ലാ. അത് ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, ഭർത്താവിൻ്റെ മാതാപിതാക്കളായിക്കോട്ടെ, ഭാര്യമാരുടെ മാതാപിതാക്കളായിക്കോട്ടെ, അയൽപ്പക്കക്കാരായിക്കോട്ടെ, എല്ലാം ഞങ്ങൾക്ക് നീ അമാനത്തായി തന്ന തിരിച്ചു നീ ചോദിക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളാണ്. ആരെയും മുറിവേൽപ്പിക്കാതെ തിരിച്ചു നിന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലുമൊക്കെ പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ആർക്കെങ്കിലും ഖുർആൻ വഖഫ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഒരു സദഖ ലഭിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രതിഫലം ലഭിച്ചോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. നമ്മളൊക്കെ ആരാണെങ്കിലും ശരി, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ, വലിയ മുസീബത്ത് വരുമ്പോൾ ഒരു ഖുർആൻ
പരിശുദ്ധ മദീനയിൽ വഖഫ് ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വരാനില്ല. നേരെ മറിച്ചോ നമ്മൾ കാരണം ഒരു 100 ഖുർആൻ അല്ലെങ്കിൽ ഒരു 10 ഖുർആൻ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ മദീനയിലോ മക്കയിലോ എന്നെക്കൊണ്ട് കഴിയുന്നതാണ് ഞാൻ പറയുന്നത്, മദീന മുനവ്വറയിൽ അത് നമ്മൾ വഖഫ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ നാളെ മരിച്ചു ഖബറിൽ ചെല്ലുമ്പോൾ നമ്മൾ കാരണം എത്ര ഖുർആനാണോ ആ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏത് വിഷയത്തിനാണെങ്കിലും നമ്മുടെ മക്കൾ ജനിച്ചാൽ, അവരുടെ ജന്മദിനം വന്നാൽ നമ്മളെന്തായാലും മറ്റു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ എൻ്റെ മകളുടെ അല്ലെങ്കിൽ വാർഷികം വന്നു, അല്ലെങ്കിൽ വീട് കൂടലാണ്, എൻ്റെ മക്കളുടെ കല്യാണമാണ്, ആദ്യം നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു ഖുർആൻ പരിശുദ്ധ മദീനയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, എന്നിട്ട് മുത്തുനബിയോട് നമ്മൾ പറഞ്ഞാൽ എൻ്റെ മകളുടെ കല്യാണത്തിന് യാ റസൂലല്ലാഹ് നിക്കാഹിന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ വല്ലാതെ പ്രതീക്ഷിക്കുന്നു, വെറുതെ അല്ല ഇത് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാണ്. അത് നമുക്ക് കാണാൻ തന്നെ കഴിയും. നമ്മുടെ കല്യാണ വാർഷികം വന്നാൽ, ജന്മദിനം വന്നാൽ, വീട് കൂടൽ വന്നാൽ, ഉദ്ദേശം പൂർത്തിയാകാൻ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാരുടെ ആണ്ടുകൾ വന്നാൽ, വലിയ വലിയ മഹാന്മാരുടെ പേരിൽ നല്ല ഉദ്ദേശത്തോടു കൂടി നീയത്താക്കിയാൽ തീർച്ചയായിട്ടും അതൊന്നും തട്ടപ്പെടില്ല. ഇനി ഒന്നുമില്ല, നല്ല സൽക്കർമ്മം നല്ല ഉദ്ദേശം കൊണ്ട് നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ ചെയ്താലും അതൊക്കെ വലിയ പ്രതിഫലം തന്നെയാണ്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി, വളരെയധികം കഠിനാധ്വാനത്തോടു കൂടിയാണ് അതിലെ ഓരോ രംഗങ്ങളും ഇത് വഖഫ് ചെയ്യുന്നവർക്കൊക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ് വലിയൊരു സന്തോഷമുള്ള കാര്യം. അതിനുവേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യുന്നു. ഖിയാമത്ത് നാൾ വരെയും ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതിൽ ഭാഗവാക്കാകാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.